Good morning. അങ്ങനെ വെളുപ്പിന് 2 മണിക്ക് നമ്മൾ ഹോട്ടൽ റൂമിലെത്തി. ഹോട്ടൽ റൂമൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. ജപ്പാനിൽ സാധാരണ റൂംസൊക്കെ വളരെ ചെറുതായിരിക്കും. അപ്പം ഇവിടെ റൂം എടുക്കാൻ നമ്മൾ കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള റൂം നോക്കിയെടുത്തതാണ്. എന്നാലും നല്ല സ്പേഷ്യസ് റൂമാണ്. വലിയ ടോയ്ലറ്റും ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇത് മീനാക്ഷിയുടെ ബെഡ്, ഇത് അമ്മയുടെ ബെഡ്, അത് അച്ഛൻ്റെ ബെഡ്. ആൻഡ് ഇതാ പൈജാമ സെറ്റും വെച്ചിട്ടുണ്ട്. ബാത്റൂമിന് പകരം ഇവിടെ എല്ലായിടത്തും പൈജാമ സെറ്റൊക്കെയാണ്. ബട്ട് ഇത് രസമുണ്ട്. പിന്നെ എല്ലാവരും കൂടി വൈറ്റ് ഇട്ട് വരുമ്പോൾ ജയിൽ പുള്ളി പോലെ. ബട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം, ബാത്റൂമൊക്കെയാണ്. അപ്പം അങ്ങനെ സെലക്ട് ചെയ്തത്. ഗുഡ് നൈറ്റ് മീനാസു. ഗുഡ് മോർണിംഗ്. അതൊക്കെ റിവർ സൈഡ് മേളിൽ ഫ്ലൈറ്റ് പോകുന്നതൊക്കെ കാണാം. രസമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ നമുക്ക് ഹോട്ടലിൽ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഭയങ്കര ഹൈജീനാണ്. ഗ്ലൗസൊക്കെ ഇട്ട് ട്രേ ഒക്കെ എടുത്ത് സാനിറ്റൈസ് ചെയ്തിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനായിട്ട്. സോർട്ടഡ് വെജിറ്റബിൾസ് ഇതൊക്കെ. ജാപ്പനീസ് സ്റ്റൈൽ ഭയങ്കര സെറ്റപ്പാണ്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണോ. സൂപ്പാണ് വിത്ത് ദിസ് ഇസ് വൈറ്റ് റൈസ്. നല്ല അടിപൊളി സെറ്റപ്പ്. കാരണം ഗ്രീറ്റ് ബിരിയാണി, ചേന കുഴച്ചത്, കുറേ ജാപ്പനീസ് ക്വിസീൻസ് ആണ്, സ്റ്റൈൽ ഫുഡ്സ് ആണ്. പക്ഷെ കുറച്ച് ഞാൻ എടുത്തോളാം. എല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഓരോന്ന് നോക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? ഞാൻ നെക്സ്റ്റ് പോയിട്ട് വന്ന് റൈസും ഇവരുടെ കറി, ഇത് ലൈക്ക് ജാപ്പനീസ് ഫേമസ് ആണ് റൈസ് ആൻഡ് കറി. ബട്ട് എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. ബട്ട് എനിക്ക് മിസോ സൂപ്പ് ഇഷ്ടപ്പെട്ടാന്ന് ഞാൻ വീണ്ടും പോയി റീഫിലെടുത്തു. പിന്നെ കോൺഫ്ലെക്സ് ഒക്കെ ഒരു സേഫ്റ്റിക്ക് എടുത്ത്, ടോഫു. എനിക്കിഷ്ടപ്പെട്ടു ഈ കറി. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ എന്താ പറയുന്ന നാട്ടിലെ മാഗി ന്യൂഡിൽസിൻ്റെ കറിയുടെ അല്ലേ, അത് ഭയങ്കര തിക്കായിട്ട് ഇതിൻ്റെ ഒരു ഫ്ലേവറാണ് ശരിക്കും ന്യൂഡിൽസിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് യാമാണ് കേട്ടോ. അത് നോക്കണം. പക്ഷെ കൊള്ളാം. ചില ഐറ്റംസൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. സൂപ്പിലിടുമ്പം ഡ്രൈ സീവീഡ്സ് ആണ്. പക്ഷേ സൂപ്പിൽ വൺസ് ഇട്ട് കഴിയുമ്പോൾ നോക്കി നല്ല ഫ്രഷ് സീവീഡ്സ് പോലെ വലുതായിട്ട് വരുന്നുണ്ട്. പിന്നെ ടോഫു, ഈ സൂപ്പും എനിക്കിഷ്ടപ്പെട്ടു. മീൻസ്
എല്ലാ ഐറ്റംസും കഴിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. കുറച്ച് മാത്രമേ എനിക്കിഷ്ടപ്പെട്ട. ഓക്കെ, ഇവരുടെ ചോറും കറിയും കഴിച്ച് ഞാൻ മരിക്കുമെന്ന് തോന്നുന്നു. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ കറി. ഇത് ആരാ പഠിപ്പിച്ചതെന്ന് ഞാനല്ലേ. ഇനി എത്ര ദിവസം കിടക്കുന്ന മീനാക്ഷി ഇത് കഴിച്ചുകൊണ്ടിരിക്കും. ആക്ച്വലി എന്താ പറയുന്നത്, ജപ്പാനിലെ 7-Eleven ഭയങ്കര ഫേമസ് ആണ്. കാരണം ഇവിടെ ലൈക്ക് മോസ്റ്റ്ലി നമുക്ക് കുറേ ഐറ്റംസ് കിട്ടും ബാക്കിയുള്ള സ്റ്റോഴ്സിനെക്കാട്ടി. ഇവിടുത്തെ ഫുഡൊക്കെയാണ്, കാരണം ഞാൻ കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. കണ്ടില്ലേ, എല്ലാം റെഡിയാണ്. ഇതെല്ലാം ഹോട്ടലിലുണ്ടായിരുന്നു, ഞാൻ കഴിച്ചു. ഇതാണ് നമ്മുടെ 7-Eleven സ്ട്രോബെറി സാൻഡ്വിച്ചൊക്കെ, ഫ്രൂട്ട് സാൻഡ്വിച്ചൊക്കെ. പിന്നെ ഇതാ നമ്മൾ ഇത് ബീഫ് കറി റൈസാണ്. അങ്ങനെ കുറേ റൈസ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഓണിഗിരി അവരുടെ ഫേമസ് ആണ്. എല്ലാം സീരീസിനകത്ത് റൈസ് കവർ ചെയ്യുന്നത്. ഓക്കെ, ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്യണം ഇല്ല മീനാക്ഷി? പക്ഷെ ഇപ്പം വേണ്ട. നല്ല വാങ്ങിയിട്ടുണ്ട്. ഫ്രൂട്ട് സാൻഡ്വിച്ച് എന്തെങ്കിലും വേണോ മീനാസു? ഒരു സ്പൈസി റൈസ് ക്രാക്കേഴ്സ് നമുക്ക് ഫ്ലൈറ്റിൽ തന്നായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു ഇവരുടെ. പിന്നെ ഇവിടെ നമ്മുടെ കിറ്റ്കാറ്റാണ് ഫേമസ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ഓരോന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യണം. എന്താ മീനാസ്? മുട്ടയൊക്കെ ഇവിടെ കുറേ ഇംഗ്ലീഷിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. ബില്ലിങ്ങൊക്കെ രസമാണ് കേട്ടോ. നമ്മൾ റൈസ് ഉണ്ട്, എന്നിട്ട് ഒക്കെ അടിക്കണം, എന്നിട്ട് ബാലൻസ് ബില്ലൊക്കെ വരും. അവിടെ കയ്യിലൊന്നും ഹാൻഡ് ഓവർ ചെയ്യേണ്ട ആവശ്യമില്ല.